ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾ എന്തൊക്കെ ഗൈഡൻസ് ആണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് എന്ന് നോക്കാം. നൈറ്റ് ഓഫ് ഫയറിൻ്റെ എനർജിയാണ് ആദ്യം വന്നത്. ഇന്ന് നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ലെവൽ വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും ജീവിതത്തോടൊരു വലിയ ഇഷ്ടവും സ്നേഹവും ഒരു പ്രതീക്ഷയും ഒക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വളരെ ഒരു പുതിയ തീരുമാനങ്ങൾ എടുത്ത് പുതിയ കാര്യങ്ങൾ തുടങ്ങി ജീവിതം പുതിയൊരു വഴിയിലേക്ക് കൊണ്ടുപോകണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേയധികം ആൾക്കാർ എഴുന്നേൽക്കുന്നത്. കാരണം ഇന്നലെ വരെയുള്ള എനർജി എന്തായാലും റിലീസ് ചെയ്ത് കളയണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ തന്നെ നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് കാണുന്നത്. കുറച്ച് റിസ്കി ആയിരിക്കും കാര്യങ്ങളൊക്കെ, ഈസി അല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കുറേ കാര്യങ്ങളൊന്ന് മാറി മറിയാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള ഒരു ഇതുണ്ട് നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളത് ചെയ്യും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും ഇന്നത്തെ ദിവസം. നിങ്ങളങ്ങനെ ചെയ്യും എന്നാണ് കാണുന്നത്. 10 ഓഫ് എർത്തിൻ്റെ എനർജിയാണ് ഇത്. 10 ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. കുറേ ആൾക്കാർക്ക് നിങ്ങൾ ഒരു സെക്യൂർഡ് ആണ് എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഒരു സെക്യൂർഡ് ആണെന്ന് തോന്നാൻ തക്കവണ്ണമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും എന്നുള്ളതാണ്. ചില ന്യൂസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം. ഒന്നുകിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ, അല്ലെങ്കിൽ ഒരു നല്ല ജോലിയുടെ ഓഫറോ, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒരു കാര്യമോ. ചിലപ്പോൾ അതും ആയിരിക്കും കേട്ടോ. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ലിക്വിഡായിട്ട് കിട്ടണമെന്നല്ല, പക്ഷേ നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രതീക്ഷ നൽകുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു എന്നാണ് കാണുന്നത്. ചിലപ്പോൾ ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ആ ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പിതൃ സ്വത്തുനിന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളത് ചിലപ്പോൾ ചില ആൾക്കാരത് പ്രതീക്ഷിക്കാത്തതായിരിക്കാം. അപ്പം അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യത്തിൽ നിന്നും കുറച്ചധികം പൈസ നിങ്ങളിലേക്ക് വരും എന്നുള്ളൊരു അറിയിപ്പെങ്കിലും നിങ്ങൾക്ക് വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ശരിക്കും ഒരു കോൺഫിഡൻസ് തോന്നും എന്ന് തന്നെയാണ് കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ എന്ത് കാര്യവും നിങ്ങളുടെ മുന്നിലുള്ള എന്ത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും എന്നുള്ളൊരു എനർജിയാണ് ഇതിനകത്തുള്ളത്. എംബ്രസിൻ്റെ എനർജിയാണ്. ശരിക്കും ഇന്ന് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ മാത്രം നിങ്ങൾ ഉണ്ടായിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതൊരു ക്രിയേഷൻ ആക്കുന്നുണ്ടായിരിക്കും. നിങ്ങളത് പുറത്ത് അത് ചെയ്യുന്നുണ്ടായിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർ ചില ബിസിനസ് ഐഡിയാസൊക്കെ നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ ആ ഒരു കാര്യം അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം അതിനുള്ളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരുമായിരിക്കും. അല്ലെങ്കിൽ ചില ആൾക്കാരോട് ചില കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു സാഹചര്യം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരും എന്നാണ് കാണുന്നത്. ചില ആൾക്കാരിങ്ങനെ മനസ്സിൽ മാത്രം വെച്ചുകൊണ്ടിരുന്ന കുറച്ച് കാര്യങ്ങൾ അത് നടക്കുമോ അല്ലെങ്കിൽ അത് പറഞ്ഞാൽ ശരിയാവോ എന്നൊക്കെ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ അത് പൂർണ്ണമായിട്ടും അത് നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അത് ചെയ്യാൻ പറ്റും, അത് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതം വേറൊരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് കാണുന്നത്. അബണ്ടൻസ് ആണ് ഇതിൽ. 10 ഓഫ് പെൻഡക്കിളും വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് എംബ്രസും വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു സമൃദ്ധി നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന ഒരു എനർജി ലെവലിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളുടെ എനർജി ഹൈ ആയാൽ മാത്രമേ നമുക്ക് ശരിക്കും പൈസ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. മണി എനർജി എന്ന് പറയുന്നത് ഒരു ഹൈ വൈബ്രേഷണൽ എനർജിയാണ്. അത്
വേറെ എന്തിനെ അട്രാക്ട് ചെയ്ത് എടുത്താലും നമുക്ക് പൈസയെ പെട്ടെന്ന് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം അതിൻ്റെ വൈബ്രേഷൻ ശരിക്കും ഹൈ ആണ്. അപ്പം നമ്മൾ ആ ഒരു ഹൈ വൈബ്രേഷനിൽ നിന്നിട്ട് മാത്രമേ അതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഒരുപാട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഊർജ്ജങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു ഊർജ്ജം നമ്മൾ ഏത് ലെവലിലാണോ ഇരിക്കുന്നത് ആ ലെവൽ അനുസരിച്ചാണ് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്നത്. നമ്മൾ ഏറ്റവും മോശമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലിരിക്കുന്നെങ്കിൽ, അങ്ങനെയല്ല ഒരു മോശം ഇമോഷൻസിലിരിക്കുന്നെങ്കിൽ ഈ ചുറ്റുമുള്ള നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അപ്പം പലരും ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് കേട്ടോ ഇത്. ചില സമയത്ത് ഇങ്ങനെ പറയാൻ പറ്റും, ചില സമയത്ത് നമുക്കിതൊന്നും ഓർമ്മ വരില്ല. അപ്പോൾ നമുക്കൊരു കാര്യം അട്രാക്ട് ചെയ്ത് എടുക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ എനർജി ലെവല് ഒന്ന് ആ ഒരു കാര്യവുമായിട്ട് ഒന്ന് താതാത്മ്യം പ്രാപിക്കുന്ന തരത്തിലൊന്ന് ഹൈ ആകണം. ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ്, ആ വ്യക്തിയെ അട്രാക്ട് ചെയ്തെടുക്കണം. ആ ഒരാൾ എൻ്റെ കൂടെ വേണം. ഒരിക്കലും നിങ്ങൾ ആ ഒരു വ്യക്തി ചെയ്ത മോശം കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് വിഷമിച്ച്, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, എന്നാലും ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് വീണ്ടും വിഷമിച്ച് ഒരു ദേഷ്യവും വൈരാഗ്യവും ഒക്കെ തോന്നിയിട്ട് എനിക്ക് ആ വ്യക്തി എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കൂല. നിങ്ങൾ ആ ഒരാൾ ചെയ്ത നിങ്ങളോട് ചെയ്ത നിങ്ങൾക്ക് വേദന തന്ന എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ തൽക്കാലത്തേക്ക് മറന്നു കളയുക. തൽക്കാലത്തേക്കല്ല, നിങ്ങളത് മാറ്റി വയ്ക്കുക. മറന്നു കളയാൻ പറ്റുമെങ്കിൽ പൂർണ്ണമായും മറന്നു കളയുക, പുറത്തു കൊടുക്കുക. അതിലുപരി നിങ്ങൾക്ക് ആ ഒരാൾ തന്നിട്ടുള്ള സന്തോഷം, നിങ്ങൾക്ക് തന്നിട്ടുള്ള നന്മകളും, ആ ഒരു കാര്യം മാത്രം മനസ്സിലിങ്ങനെ ഒരുപാട് സമയം മനസ്സിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ കൊണ്ടുവന്ന് കഴിയുമ്പം നിങ്ങളുടെ എനർജി ലെവല് ആ ഒരു സ്നേഹത്തിൻ്റെ എനർജിയായി മാറുമ്പോൾ നിങ്ങൾക്ക് തന്നെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളിലേക്ക് ആ ആൾ ഓട്ടോമാറ്റിക്കലി വരും എന്നുള്ളതാണ്. ഒരിക്കലും അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസിലിരുന്ന് നമുക്കൊരു പ്രണയത്തെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ നിങ്ങൾക്കൊരു ജോലിയാണ് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കേണ്ടതെങ്കിൽ ആ ഒരു എനർജി ലെവലിലോട്ട് നിങ്ങൾ പോകണം. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾ ചിന്തിക്കാൻ. അപ്പോൾ ചുറ്റുമുള്ള സാധ്യതകൾ നിങ്ങളിലേക്ക് ഒഴുകി വരും. അല്ലാതെ കഴിഞ്ഞ സമയങ്ങളിൽ നമുക്ക് നമ്മളുടെ വർക്ക് പ്ലേസിലുണ്ടായ ഏറ്റവും മോശമായ കാര്യങ്ങളാണ് നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും അതുപോലുള്ള സിറ്റുവേഷൻസിനായിരിക്കും നിങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ എനർജി ലെവൽ തീരുമാനിക്കും നമ്മൾ എങ്ങനെയാകണം, നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ അട്രാക്ട് ചെയ്തെടുക്കണമെന്നൊക്കെ അങ്ങനെ തന്നെ നമ്മളുടെ എനർജി ലെവലാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ എനർജി ലെവൽ ഹയർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം, പ്രാണായാമം മസ്റ്റായിട്ടും ചെയ്യണം. നമ്മളുടെ ടോക്സിൻസ് ഒക്കെ പുറത്തു പോകാൻ നമ്മൾ അത് തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തുള്ളൂ. അതുപോലെയാണ് ഈ ഒരു മണി എനർജി. അത് ഹൈ വൈബ്രേഷനാണ്. അത് നിങ്ങൾ അത്രയും ഹയർ ആയിട്ടുള്ളൊരു വൈബ്രേഷനിൽ ഇരുന്നാൽ മാത്രമേ അത് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഒരു എനർജി വളരെ ഹൈ ആണെന്നാണ് കാണുന്നത്. അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. 9 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്, പ്രൊട്ടക്ഷനാണ്. ശരിക്കും നിങ്ങൾ കുറേ കാലം കൊണ്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനുള്ള സമയമായി എന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ട്. ഇതിൽ നിങ്ങൾ ഒരു ബൗണ്ടറി ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഒരു എനർജി ഉണ്ട്. അത് ചില കാര്യങ്ങൾക്കുള്ള എൻഡിങ്ങും ആണ്. കാരണം നിങ്ങൾക്കൊരു ഡിവൈൻ പ്രൊട്ടക്ഷനും ഒരു ഗൈഡൻസും ഒക്കെ കിട്ടുന്നൊരു സമയം കൂടിയാണ്. 5 ഓഫ് ഫയറിൻ്റെ എനർജിയാണിത്. 5 ഓഫ് വാൻഡ്സ് ആണ്. ചില ആൾക്കാരുമായിട്ട്, നമ്മുടെ കൂടെയുള്ള ചില ആൾക്കാരുമായിട്ട് നമുക്ക് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്, ഒരു മുഷിച്ചിലുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവരും നമ്മളോട് ഒന്ന് മത്സരിക്കാനുള്ളൊരു തോന്നലുണ്ടാവും മറ്റുള്ള ആൾക്കാർക്ക്, ഒന്ന് മത്സരിച്ചേക്കുക എന്നൊക്കെ. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ഇന്നത്തെ ദിവസം ഇതുകൊണ്ടൊരു മുഷിച്ചിലുണ്ടാവുമെന്നുണ്ടെങ്കിൽ ഒരാൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും നമ്മൾ മിണ്ടാതിരിക്കുക. നമ്മൾ എസ്സും പറയണ്ട നോയും പറയണ്ട, നമ്മളവിടെ മത്സരിക്കാതിരിക്കുക. ആർഗ്യുമെൻ്റ് ഇന്നത്തെ ദിവസം ഒഴിവാക്കുന്നത് നല്ലതാണ്. ഈ ആർഗ്യൂ ചെയ്യുമ്പോഴാണ് അവിടെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരാൾ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ആളിൻ്റെ ശരിയാണത് പറയുന്നത്, അല്ലെങ്കിൽ ആ ആൾ മനഃപൂർവ്വം നമ്മളെ തോൽപ്പിക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് പറയുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ അവരോട് മത്സരിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മൈൻഡ് സെറ്റാണ് പറയണത്, അവരുടെ കാര്യമാണ് അവർ പറയുന്നത്. നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ മാത്രം മതി. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റ് ഒഴിവായി പോവും. പിന്നെ ഇവർ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് തന്നെ തോന്നും. അപ്പം നിങ്ങൾ അതൊന്നും പറയാതിരുന്നാൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡിന് അവർക്ക് മാറ്റവും വരും. അപ്പോൾ അത് മനസ്സിലാക്കുക. ഇന്ന് അങ്ങനെയുള്ള കോൺഫ്ലിക്റ്റുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കുക.
ടു ഓഫ് ഫയറിൻ്റെ എനർജിയാണ്. ടു ഓഫ് വാൺസ് ആണിത്. ചില കാര്യങ്ങളിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഒരു എനർജിയാണ്. ചില പാർട്ട്ണർഷിപ്പിൽ ചേരുന്നതായിരിക്കാം. ചിലപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ് ഒന്ന് പ്രോഗ്രസ്സിലേക്ക് കൊണ്ടുവരാൻ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ ആവശ്യമുണ്ട് ഒന്ന് തീരുമാനിക്കുന്നതായിരിക്കാം. പിന്നെ 7 ഓഫ് എർത്തിൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ ഒരു കാര്യം ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് വേണ്ട എന്തോ ഒരു കാര്യം നിങ്ങളത് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അല്ലെങ്കിൽ ചെയ്ത ഒരു കാര്യത്തിന് നിങ്ങൾ കുറച്ചുകൂടി ക്ഷമ വേണം എന്നുള്ളതാണ്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന കാര്യം അത് നിങ്ങളൊന്ന് ഒരു ക്ഷമിക്കണം. അത് ഇപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ ഫലം കിട്ടണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. പക്ഷേ നിങ്ങൾ ചെയ്തിരിക്കുന്ന കാര്യത്തിന് തീർച്ചയായിട്ടും ഫലം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക. 9 ഓഫ് എർത്തിൻ്റെ ആണ്. 9 ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ടത്. അപ്പോൾ ശരിക്കും ഇന്നത്തെ ദിവസം ലക്ഷറിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ വരാം. കാരണം അല്ലെങ്കിൽ ഒരു ലക്ഷറിയസ് ആയിട്ടുള്ളൊരു ലൈഫ് നിങ്ങൾ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. വലിയ വീടോ വലിയ കാറോ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ഒരു അബണ്ടൻസ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു എനർജിയാണ് ഇന്നത്തെ ദിവസം എന്നാണ് കാണുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു എന്നുള്ളതാണ്. നിങ്ങളൊന്ന് സ്വതന്ത്രമാകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ചില ആൾക്കാർ ചില സിറ്റുവേഷൻസിൽ പെട്ടുപോയി അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല, അവിടെ നിന്ന് ഇറങ്ങിയാൽ എനിക്ക് പിന്നെ ജീവിതം ഇല്ല എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഇറങ്ങിയാലും നിങ്ങൾക്ക് നല്ലതാണെന്നാണ് കാണുന്നത്. അപ്പോൾ അത് ഇറങ്ങിയോണ്ട് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഡിവൈൻ ഇന്നത്തെ ദിവസം പറയുന്നത്. 6 ഓഫ് എയറിൻ്റെ എനർജിയാണ്. കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വേണ്ടാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്ത് കളഞ്ഞ് ഒരു ആശ്വാസത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണിത്. നിങ്ങളുടെ മുന്നിലൊരു വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർ ട്രാവൽ ചെയ്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുന്ന ഒരു എനർജിയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന കുറേ കഷ്ടപ്പാടൊക്കെ മാറിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ എത്തുന്ന ഒരു സമയമാണ്. അവിടെ നിങ്ങളെ കാത്ത് ശരിക്കും ഒരു സന്തോഷം ഇരിപ്പുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ എന്തവസ്ഥയിലായിരുന്നാലും നിങ്ങളുടെ യാത്ര തുടങ്ങുന്നത് ഈ ഒരു സമയം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കുള്ള കുറേ നന്മകൾ നിങ്ങൾക്ക് കൊണ്ടുതരും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഒരു തുരുത്തുണ്ട് ഇവിടെ, നിങ്ങൾക്കൊരു വഴി കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിക്കുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായും വിട്ടുമാറി പോസിറ്റീവാകാൻ ശ്രമിക്കുക. ഒരു കാർഡ് കൂടി എടുക്കാം. ലവേഴ്സ് കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു യൂണിയൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ പാർട്ട്ണർ മനസ്സിലാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഇപ്പോൾ അഥവാ ബ്രേക്കപ്പ് ആയിപ്പോയ ആൾക്കാർ പോലും നിങ്ങളിലേക്ക് തിരിച്ച് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും തിരിച്ചു വരാനുള്ള ഒരു പ്ലാനിങ് അവർ ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ അത് സംഭവിക്കണം എന്നല്ല. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സ്നേഹവും സമാധാനവും ഒരു പ്രണയവും ഒക്കെ അവർക്ക് തോന്നുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ചില ആൾക്കാർക്ക് കുറേ ചോയ്സസ് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നല്ല കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ എടുത്തു ചാടി വേറൊരു കാര്യവും ചെയ്യാതിരിക്കുക. ജസ്റ്റിസാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നു. അതും നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് മുഴുവൻ നല്ല ഒരു റീഡിംഗ് ആണ് ഇതിനകത്ത് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കാണുന്ന കുറേയധികം ആൾക്കാർക്കും വളരെ ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നത്തെ ദിവസം. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. സന്തോഷമായിട്ട് ഇരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷത്തിനെ അട്രാക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കുക. പിന്നെ നോക്കാം. ത്രീ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇതിനകത്ത് നിങ്ങളെ ഉപദ്രവിച്ച ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നു എന്നാണ് കാണുന്നത്. നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ച ഒരു കാര്യം, ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് നടന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഇതുവരെയും കൺഫ്യൂഷൻ ആയിരുന്നിട്ടുണ്ടായിരിക്കാം. ഒന്നുകിൽ ചില സ്ഥാപനങ്ങളിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയതോ ചില ഗ്രൂപ്പിൽ നിന്നും നിങ്ങളെ ഒഴിവാക്കിയതോ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലായിരിക്കാം. പക്ഷേ ഇപ്പം നിങ്ങൾക്കത് മനസ്സിലാകുന്നു എന്നാണ് കാണുന്നത്.
ടു ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. രണ്ട് സിറ്റുവേഷന് ഒരുപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു എനർജിയാണ്, പക്ഷെ വളരെ സന്തോഷമാണ് എന്നുള്ളതാണ്. ആ രണ്ട് കാര്യങ്ങളും, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ ഒരു എനർജിയാണ്. അപ്പോൾ പുതിയ കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് അബണ്ടൻസ് ഉണ്ടാക്കുന്ന എന്തോ ഒരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് നിങ്ങളെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് പൈസയുടെ എനർജിയിലിരിക്കുന്ന നിങ്ങളെന്നാണ് കാണുന്നത് കേട്ടോ. അതിൽ 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നമ്മൾ നേരത്തെയും 6 ഓഫ് സോഡ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും നിങ്ങളൊരു യാത്രയിലാണെന്ന് കാണുന്നുണ്ട് കേട്ടോ. ഒരു പുതിയ നിങ്ങളുടെ പഴയ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പുതിയ ഒരു കാര്യത്തിലേക്കുള്ള ഒരു യാത്രയിലാണ്. അതിൻ്റെ തുടക്കമാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാവർക്കും ഇങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ഉണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെല്ലാവരും ഉണ്ടാവും. ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. താങ്ക് യു.